ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 19-ാം തീയതി ഞായറാഴ്ച ദിനത്തെ കേരള ബോക്സ് ഓഫീസിലുള്ള ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. ഡ്യൂഡ്, ഡീസൽ, ബൈസൺ, പാതിരാത്രി, ഫെമിനിസ്റ്റ് ഫാത്തിമ, പെറ്റ് ഡിറ്റക്റ്റീവ്, ബാൾട്ടി, കാന്താര, ലോക ചാപ്റ്റർ 1, രാവണപ്രഭു തുടങ്ങിയ ചിത്രങ്ങളുടെ കളക്ഷൻ അപ്ഡേറ്റുകളുമായിട്ടാണ് വരുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നേരെ തന്നെ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇന്ന് ഞായറാഴ്ച ഗംഭീര കളക്ഷനാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 494 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 61,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ തിയേറ്റർ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് 55%. ഇന്ന് 34-ഓളം ഹൗസ്ഫുൾ ഷോകളും 100-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 200-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞത്. 1 കോടി രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന് സിനിമ 1,40,00,000 രൂപ റേഞ്ചിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടുമെന്നുള്ളത് ഉറപ്പാകുകയാണ്. ഇന്നലെ 83,71,000 രൂപയാണ് ഫൈനൽ കളക്ഷനായി വന്നത്. അതായത് 1,10,00,000 രൂപ വന്നിടത്ത് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ്, അതായത് ഏകദേശം 20% ഒക്യുപ്പൻസിയിൽ തന്നെ ഡിഫറൻസ് കാണാൻ കഴിയുന്നു. ഇതിനോടകം തന്നെ ട്രാക്കിങ്ങിലൂടെ മാത്രമായി 2,82,00,000 രൂപയാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ സിനിമ 4 കോടിക്ക് മുകളിലേക്ക് എത്തും. ഇന്നലെ വരെയുള്ള കളക്ഷൻ മാത്രമായിട്ട് സിനിമയ്ക്ക് 4 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമായി 4 കോടി നേടുന്ന സിനിമ 5.5-6 കോടിക്ക് അടുത്തേക്ക് വേൾഡ് വൈഡായിട്ട് എത്തുകയാണ്. ബാൾട്ടി കുതിച്ചുയരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. 24-ാം ദിനമായ ഇന്ന് ചിത്രത്തിന് 56 ഷോകളിൽ നിന്ന് 2,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി കാണുന്നു. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഹ്യൂജ് കയറ്റമാണ്. 21% സിനിമയുടെ ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. 3,30,000 രൂപയോളമാണ് ഇന്ന് സിനിമയ്ക്ക് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലെ ഫൈനൽ വന്നത് 20,000 രൂപ മാത്രമായിരുന്നു. ഇന്ന് ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് വീണ്ടും തിരിച്ചു കയറിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഏകദേശം 5.5-6 ലക്ഷം രൂപ സിനിമയ്ക്ക് ഇന്നും കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാകുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 9 കോടിക്ക് അടുത്തേക്ക് അല്ലെങ്കിൽ 9 കോടിയിലേക്ക് സിനിമ ടച്ച് ചെയ്യുന്നു. വേൾഡ് വൈഡായിട്ട് 12.5 കോടി ആ റേഞ്ചിലേക്കും സിനിമ എത്തുകയാണ്. ബാൾട്ടി ഏറെയും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ചിത്രമായി മാറുകയാണ്. 24-ാം ദിനങ്ങളിലും വമ്പൻ സിനിമകളുടെ കുത്തൊഴുക്കിനിടയിലും സിനിമയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ വന്ന സിനിമകളാണ് ഇതിന് വലിയ രീതിയിലുള്ള ഒരു ബാധ്യതയെ മാറി, അല്ലെങ്കിൽ ഒരുപക്ഷെ സിനിമ വലിയ രീതിയിൽ കയറിപ്പോയേനെയും എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ടൈമിലായിരുന്നില്ല സിനിമയുടെ റിലീസ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്താണേലും ബാൾട്ടിക്ക് ശേഷം നമുക്ക് നേരെ ഡീസൽ എന്ന തമിഴ് ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഡീസൽ ഇറങ്ങി ഇന്ന് 3-ാം ദിനമാണ്. 65-ഓളം ഷോകളാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 1,500-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 2,40,45,000 രൂപയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. ആദ്യ 3 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന ദിനമായി മാറുകയാണ് ഡീസലിന് ഈ ഒരു ദിനം. അതായത് ഇന്ന് 5 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ട്രാക്കിംഗ് മുഖാന്തരം 6,25,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ വന്നു പോകുന്നത്. എല്ലായിടത്തും മികച്ച ഒരു പെർഫോമറായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് നേരെ ഡ്യൂഡിൻ്റെ കളക്ഷൻ്റെ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഡ്യൂഡ് റെക്കോർഡ് തൂക്കി മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3-ാം ദിവസം കേരള ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം നേടുന്ന സിനിമ 50 ലക്ഷം രൂപയ്ക്കടുത്താണ് ഇന്നത്തെയും കളക്ഷൻ വന്നിരിക്കുന്നത്. നിരന്തരം 3 ദിനങ്ങളിലും സിനിമയ്ക്ക് 50 ലക്ഷം രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായി നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് 442 ഷോകളിൽ നിന്ന് 28,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 45,52,000 രൂപയോളം വന്ന്, അതായത് 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നും സിനിമയുടെ കളക്ഷൻ വരുന്നത്. കഴിഞ്ഞ ദിവസം 49 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വന്നത്. വേൾഡ് വൈഡായിട്ട് ഇന്നത്തോടെ സിനിമ 75 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്നലെ കൊണ്ട് തന്നെ 45 കോടി കഴിഞ്ഞിരുന്നു ഈ ഒരു ചിത്രം. എന്തായാലും മമിതയും പ്രദീപും ഗംഭീരമാക്കി ഈ ഒരു സിനിമ ഉടൻ തന്നെ 100 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് കാന്താരയുടെ കുതിപ്പ്. 18-ാം ദിനത്തിലേക്ക് എത്തിയ ഈ ഒരു ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ തീ പാറിക്കുകയാണ്. 758 ഷോകളിൽ നിന്ന് 1 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. 11-ാം ദിനം കഴിഞ്ഞിട്ട് വീണ്ടും 1 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റിലേക്ക് സിനിമ എത്തുകയാണ്. 48% ഒക്യുപ്പൻസിയിൽ സിനിമ വീണ്ടും തിരിച്ചു കയറുന്ന ഒരു കാഴ്ച. അതായത് നാളെയും സിനിമയ്ക്ക് സമാനമായ രീതിയിലുള്ള കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്ന് 1,54,00,000 രൂപയാണ് ഈ നേരം വരെ സിനിമ നേടിയിരിക്കുന്നത്. ഇന്നലെ 1,09,83,000 നേടിയ ഫൈനൽ കളക്ഷനിൽ ഇന്ന് വന്നിരിക്കുന്നത് വമ്പൻ കുതിപ്പാണ്. ഇന്ന് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടി നേടുമെന്നുള്ള ഉറപ്പിക്കുകയാണ്. ഇന്നലെ സിനിമ 1,30,00,000 രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ഇതിനോടകം തന്നെ
കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 53 കോടിയും കടന്ന് സിനിമ 54 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നു. കാന്താര വേൾഡ് വൈഡായിട്ട് റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡിട്ട് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒഫീഷ്യലായി അവസാനം വന്നത് 717 കോടിയുടെ പോസ്റ്ററാണെങ്കിൽ ഇന്ന് സിനിമ 800 കോടിക്ക് അടുത്തേക്ക് എത്തി എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പലപ്പോഴും ട്രാക്കിങ്ങിലൂടെ പിൻവലി നടക്കുന്നുണ്ടെങ്കിലും ഈ കാന്താര മികച്ച രീതിയിൽ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടു കൂടി തന്നെ ഒരുപക്ഷെ സിനിമ 796 അല്ലെങ്കിൽ 800 കോടി ആ റേഞ്ചിലേക്ക് കടക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ലാതെയായിരിക്കുകയാണ്. ഒരു ഡിവൈൻ ബ്ലോക്ക് ബസ്റ്റർ, ഒരു താരത്തിനുപരി ഒരു സിനിമ ആദ്യ ഭാഗം നൽകിയ വിജയം രണ്ടാമതും ആവർത്തിക്കാൻ സജ്ജമാക്കിയിരിക്കുന്നു ഈ ഒരു കൂട്ടുകെട്ട്. ഇനി നമുക്ക് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഫാത്തിമയ്ക്കും ഇന്ന് മികച്ച ദിനം തന്നെയാണ് ഈ ഒരു ഞായറാഴ്ച. ശനിയാഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ മികച്ച രീതിയിലുള്ള കുതിപ്പ്. 6ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 300-നടുത്തുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയത്. തിയേറ്ററിൽ 33% ഓക്യുപ്പൻസിയിൽ 50,000 രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിയുന്നത്. 50,000 രൂപ വന്ന ഒരു സിനിമയെ ഇത്രയും വാഴ്ത്തണമെങ്കിൽ അതൊരു മികച്ച ചിത്രമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. നല്ല ഒരു വർക്കാണ് ഈ ഒരു ചിത്രം. അതായത് ചെറിയ ബഡ്ജറ്റിൽ വന്ന് ചെറിയ രീതിയിലുള്ള കളക്ഷൻ നേടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം 22 ലക്ഷം രൂപ നേടിയ ചിത്രം 40 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു. 250 കോടി നേടിയിട്ടേ മിക്കവാറും ഈ സിനിമ കളം വിടുകയുള്ളൂ എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്കെല്ലാം മികച്ചത് എന്ന ഒറ്റ വാക്ക് തന്നെയാണ് ധാരാളമായി പറയാനുണ്ടായിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻസുകൾ ഒന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം ബാക്കിയുള്ളവർക്കും അതൊരു പ്രചോദനമാകട്ടെ എന്നുള്ള കാര്യങ്ങൾ കൊണ്ട്. ബൈസൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. 3ാമത്തെ തമിഴ് ചിത്രമാണ് ബൈസൺ. ഇവിടെ കേരളത്തിൽ സെക്കൻഡ് പൊസിഷനാണ് ഈ സിനിമ ഇപ്പോൾ നേടിയിരിക്കുന്നത്. 170 ഷോകളിൽ നിന്ന് 6600-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 10,50,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ വന്നത്. ഇന്നലെയും സിനിമയ്ക്ക് 10 ലക്ഷത്തോളം ട്രാക്ഡ് കളക്ഷൻ ഉണ്ടായിരുന്നു. ആദ്യ ദിനം 7,71,000 രൂപയായിരുന്നു. മൊത്തം 28 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്ഡ് കളക്ഷനിലൂടെ വന്ന സിനിമ 45 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടിയിരിക്കുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ചരിത്രം തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയിൽ നമുക്ക് പറയാനുള്ളത് ഇന്ന് 53-ാം ദിനം. ഈ 53-ാം ദിനത്തിലും എല്ലാ സിനിമകളെയും പോലെ തന്നെ മികച്ച രീതിയിലുള്ള കളക്ഷൻ എത്തുന്നു. ഡബിൾ ഡിജിറ്റിലേക്കുള്ള കുതിപ്പും സിനിമ എത്തിയിരിക്കുന്നു. 93 ഷോകളിൽ നിന്നായി 5,733 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 35% സിനിമയുടെ ഇന്നത്തെ തിയേറ്റർ ഓക്യുപ്പൻസി. അതിൽ തന്നെ 8ഓളം ഹൗസ്ഫുൾ ഷോകളും 13ഓളം ഫാസ്റ്റ് ഫിലിം ഷോകളുമാണ് പറയുന്നത്. 10,35,000 രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെയായിട്ടുള്ള ട്രാക്ഡ് കളക്ഷൻസ് തന്നെ പുറത്തു വന്നത്. ഇന്നലെ 5,34,000 രൂപ മാത്രമായിരുന്ന സ്ഥലത്ത് നേരെ ഡബിളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് സിനിമയ്ക്ക് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടുമ്പോൾ ട്രാക്കിങ്ങിലൂടെ മാത്രം 110 കോടി 96 ലക്ഷം രൂപ സിനിമ നേടിയിരിക്കുന്നു. അതായത് 111 കോടിയിലേക്ക് എത്തുകയാണ്. ഒരു ട്രാക്ഡ് മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന സ്കോർ കഴിഞ്ഞിട്ട് 3 കോടിയും കൂടെ കഴിയുന്നു. സിനിമ ഇന്ന് 123 കോടിയിലേക്ക് ടച്ച് ചെയ്യും. വേൾഡ് വൈഡായിട്ട് 303 കോടിയിലേക്കും സിനിമ എത്തുകയാണ്. എന്തായാലും മലയാളിയുടെ അത്ഭുത ചിത്രമായി മാറിയിരിക്കുകയാണ് ലോക. കളക്ഷനിൽ മാത്രമല്ല അഭിപ്രായത്തിലും എല്ലാം കൊണ്ടും ഒരു നല്ല ഗംഭീര ചിത്രമെന്ന സിനിമ ഇനി വരുന്ന സെക്കൻഡ് പാർട്ടിൻ്റെ വർക്കുകൾ തുടങ്ങി എന്നുള്ള അപ്ഡേറ്റുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്താണേലും ഈ ഒരു ചിത്രം മലയാളിക്ക് നൽകിയത് സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. 300 കോടി എന്ന ഒറിജിനൽ തനതായ ആ ഒരു ചിന്തയ്ക്ക് ആദ്യമായി ഒരു വെള്ളി വെളിച്ചം കാണിച്ചത് ഈ ഒരു ചിത്രം തന്നെയാണ്. ഇതിന് മുകളിൽ ഒരു സിനിമയും ഇന്ന് ഇല്ല. ഇനി വരുന്ന സിനിമകൾ ഇതിൻ്റെ മുകളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. 10ാം ദിനം ആഘോഷിക്കുകയാണ് രാവണപ്രഭു. ഒരു റീ റിലീസ് ചിത്രത്തിൻ്റെ താണ്ഡവം എന്നാണ് ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാനുള്ളത്. 48ഓളം ഷോകളിൽ നിന്ന് 3,600-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 6 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നത്തെ ട്രാക്ഡ് കളക്ഷനായി പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ 4,50,000, മിനിയാന്ന് 4,17,000 രൂപ നേടിയെടുത്ത് ഞായറാഴ്ച മിന്നിക്കുന്ന കാഴ്ച തന്നെ കാണാൻ കഴിയുന്നു. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 4 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 5 കോടി ടച്ച് ചെയ്യുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. റീ റിലീസ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മികച്ച സിനിമ എന്നുള്ള പേരിൽ തന്നെയാണ് ഈ ചിത്രം ഇന്ന് അറിയപ്പെടുന്നത്. സിനിമ എന്നതിനുപരി അതിനെ ഒരു വിനോദ മാർഗമായി കണ്ട് എൻജോയ്മെൻറ്റിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഒരു ചിത്രം തന്നെയാണ്. എന്തായാലും അതിഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് കാണുന്നത്. പാതിരാത്രി എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. രതീന സംവിധാനം ചെയ്ത നവ്യ നായരും സൗബിനും കേന്ദ്ര കഥാപാത്രമായി എത്തിയ സണ്ണി വൈൻ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കഥാപാത്രവുമായി വന്നിരിക്കുന്ന ചിത്രമാണ്. ഇന്ന് 3ാം ദിനം 366 ഷോകളിൽ നിന്ന് 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 35 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതായത് സിനിമ ഇന്ന് 50 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിനങ്ങളിലും 50 ലക്ഷം രൂപ ടച്ച് ചെയ്യാൻ കഴിയാത്ത ചിത്രത്തിന് ഇന്ന് 50 ലക്ഷം രൂപയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടിയ ചിത്രം ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 130 കോടി കടന്നിരിക്കുന്നു എന്നുള്ളത്
തന്നെയാണ്. എന്തായാലും നവ്യ നായരുടെ ഒരു വലിയ തിരിച്ചുവരവും ഒപ്പം മികച്ച ഒരു ഡീസൻറ്റ് ചിത്രം എന്നുള്ള പേരിലുമാണ് സിനിമ എന്തായാലും കാണുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.